അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ഒരു സംശയത്തിൻ്റെ മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അൽഹംദുലില്ലാഹ്, ധാരാളം ആളുകൾ നമ്മുടെ ചാനലിലൂടെ കാണുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ചോദ്യം ഇതാണ്: ഒരാൾ ഇശാ നിസ്കാരത്തിൻ്റെ മുമ്പ് ഉറങ്ങി, എന്നിട്ട് സുബ്ഹിക്ക് മുമ്പ് എഴുന്നേൽക്കുകയും ചെയ്തു. ഒരു 4 മണിക്ക് എഴുന്നേറ്റ് എന്ന് കൂട്ടാം. ആ സമയത്ത് അവർക്ക് ഇശാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റുമോ? പറ്റൂലേ? പറയാം അല്ലേ? തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞു, ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിൻ്റെ മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. പക്ഷേ അവിടെ ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളൊരു ഷർത്തുണ്ട്. ഇതാണ് തഹജ്ജുദ് നിസ്കാരം അല്ലേ? തഹജ്ജുദ് നിസ്കാരം മിനിമം 2 റക്അത്താണ്. കൂടിപ്പോയാൽ എത്രയും നിസ്കരിക്കാം. 100 റക്അത്തുകൾ നിസ്കരിച്ച മഹാന്മാർ കഴിഞ്ഞു പോയി. 200, 300, 400, 500 റക്അത്തുകൾ നിസ്കരിച്ച മഹാന്മാർ കഴിഞ്ഞു പോയി. 1000 റക്അത്ത് വരെ ഒരു രാത്രിയിൽ നിസ്കരിച്ച മഹാന്മാർ കഴിഞ്ഞു പോയി. 1000 റക്അത്തൊക്കെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുമോ എന്നുള്ളത് ആശങ്കയാണ്. അത് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. 100 റക്അത്തൊക്കെ കഴിഞ്ഞേക്കും. 100ഉം 200ഒക്കെ ശ്രമിച്ചാൽ നമുക്ക് കഴിയും അല്ലേ? 1000 റക്അത്ത് നിസ്കരിച്ചത് അവരുടെ കറാമത്തിലൂടെ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുത്തതായിരിക്കും. ഏതായാലും നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട അമലാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. രാത്രിയിൽ എണീറ്റ് ആരും അറിയാതെ കരയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഖൽബ് നന്നാകാനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രാത്രിയുള്ള നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം അത് വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. ആരും അറിയാതെ സ്വകാര്യമായി ചെയ്യുന്ന നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇഖ്ലാസ് അതിനുണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും തഹജ്ജുദ് എഴുന്നേൽക്കാൻ കഴിയൂല. അലാറം വെച്ചാലും അലാറം എത്ര ക്ലിക്ലിയറിന് ബെല്ലടിച്ചിട്ടും കാര്യമില്ല, എഴുന്നേൽക്കാൻ കഴിയൂല. ആര് തട്ടി വിളിച്ചാലും ചിലപ്പോൾ എഴുന്നേൽക്കാൻ കഴിയൂല ചില ആളുകൾക്ക്. അതൊക്കെ ഒരു തൗഫീഖ് കിട്ടണം. അല്ലാഹു തആല അങ്ങനെയുള്ള മുവഫ്ഫിഖീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയമാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ സംശയം നമുക്ക് മറുപടി കിട്ടിയോ? സംശയത്തിന് കിട്ടിയിട്ടില്ല അല്ലേ? എന്നാൽ ഇശാ നിസ്കരിക്കാതെ ഉറങ്ങിയ വ്യക്തി സുബ്ഹിൻ്റെ മുമ്പ് 4 മണിക്ക് എഴുന്നേൽക്കുകയും ഇശാ നിസ്കരിക്കുകയും ശേഷം ഉറങ്ങാതെ, പിന്നെ വീണ്ടും ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്താൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടും, തഹജ്ജുദായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. തഹജ്ജുദായി ലഭിക്കും. അപ്പോൾ ഉസ്താദെ, ഇശാ നിസ്കാരത്തിന് ശേഷം ഉറങ്ങണ്ടേ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. ഇവിടെ ഇശാ നിസ്കാരവും ഉറക്കവും കഴിയണം, അതിനുശേഷം എഴുന്നേൽക്കണം. ഇശാ നിസ്കാരം ഉറക്കവും ഉണ്ടായിരിക്കണം എന്നുള്ളൂ. ഇവിടെ ഇശാ ആദ്യം വേണമെന്നോ ഉറക്കം ആദ്യം വേണമെന്നോ ഇവിടെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടോ കഴിയാതെയോ ഒരു വ്യക്തി ഉറങ്ങിയാൽ, സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റാൽ ഇശാ നിസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? തഹജ്ജുദ് നിസ്കരിക്കാം. ഇതൊരു ഐഡിയ ആയി ആരും എടുക്കണ്ട. തഹജ്ജുദ് നിസ്കരിക്കണം. അതുകൊണ്ട് രാത്രിയിൽ പാതിരാത്രി വരെ ഫോണിൽ കളിച്ച് ഇശാ നിസ്കരിക്കാതെ ഉറങ്ങി സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഇശാ നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിക്കാം എന്ന് ആരും കരുതണ്ട. അങ്ങനെ നിസ്കരിച്ചാൽ തഹജ്ജുദ് പരിഗണിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇശാ നിസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കണം. ഓരോ നിസ്കാരവും കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം. എല്ലാ നിസ്കാരത്തിനും മിനിമം 3 സമയമുണ്ട്. അതിൽ ആദ്യത്തെ സമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം. അത് 3 ഡിവൈഡ് ചെയ്താൽ മതി. ഓരോ അതായിലിരിക്കുന്ന സമയം ടോട്ടൽ 3 ഡിവൈഡ് ചെയ്ത് അതിൽ ആദ്യത്തെ സമയത്ത് തന്നെ ഓരോ വഖ്തും നിസ്കരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. തഹജ്ജുദ് നിസ്കാരം, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി എന്നിട്ട് രാവിലെ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ തഹജ്ജുദ് കിട്ടും. ഇശാ നിസ്കരിക്കാതെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വളരെ പ്രയാസം കൊണ്ട്, ക്ഷീണം കൊണ്ട് ഒരാൾ ഉറങ്ങിപ്പോയി, സുബ്ഹിൻ്റെ മുമ്പ് എഴുന്നേറ്റു,
ഇഷാ നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ചാലും തഹജ്ജുദ് പരിഗണിക്കും. ഇതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.